ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം ആക്ച്വലി ഞാൻ ഇപ്പം പുറത്ത് പോയി. ഞാൻ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചത് എന്താ വെച്ചാൽ കുറേ ആയല്ലോ യൂട്യൂബിൽ വ്ളോഗ് ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വ്ളോഗ് ടുഡേ. കാര്യമായിട്ടൊന്നുമില്ല, ഇന്ന് വളരെ തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ 12:30 എഴുന്നേറ്റു. ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നിങ്ങനെ എന്താ പറയുക, ഒന്നും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് 12:30 എഴുന്നേറ്റു, ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് കുളിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് ഡ്രസ്സില്ല, ഇടാൻ ഡ്രസ്സ് ഉണ്ട്. ഡ്രസ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഡ്രസ്സില്ലേ? ഡ്രസ്സ് ഉണ്ട് ആക്ച്വലി. പക്ഷെ എന്നാലും നമ്മളെ ഗേൾസിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്കില്ല എന്നുള്ളൊരു സാധനം. അപ്പം ആക്ച്വലി എനിക്ക് കുറച്ച് ഡ്രസ്സ് ഞാൻ ഇട്ടത് തന്നെയല്ലേ. ഞാൻ ഇങ്ങനെ ആലോചിക്കാം, കുറേ ആയില്ലേ ഡ്രസ്സ് എടുത്തിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് പോവാം. അങ്ങനെ ഞാൻ അമ്മയും ഷോപ്പിങ്ങിന് പോയി, കുറച്ച് ഡ്രസ്സ് എടുത്തു. ആക്ച്വലി ഞാൻ ഒരു ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, 1-2 എണ്ണം. പക്ഷെ പോയപ്പം അവിടെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ 2 ടീഷർട്ട്, പിന്നെ ഒരു ജീൻസ്, പിന്നെ ഒരു ചെരുപ്പ്, അങ്ങനെയൊക്കെ എടുത്തു. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തതെന്ന്. ആക്ച്വലി ഞാൻ അപ്പം വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കാരണം ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കണമെങ്കിൽ വ്ളോഗിൽ മാത്രം ശ്രദ്ധിച്ചു, ഡ്രസ്സ് എടുക്കുന്നതിലേക്ക് നടക്കൂല. പിന്നെ ഞാൻ വിചാരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു, ചോറ് കഴിച്ചു. കാരണം ഞാൻ ചോറ് കഴിക്കാതെയാ പോയെ. ചോറ് കഴിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, മാങ്ങ, അത് റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പം ഞാൻ അതും കുറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഒരു മധുരമുള്ള, അതിൻ്റെ പേര് എനിക്കറിയില്ല, വലിയ ഒരു മാങ്ങയാണ്. പക്ഷെ അത് കിടിലൻ ടേസ്റ്റ്. അമ്മക്കറിയാം പേര്, എനിക്കറിയത്തില്ല. സോ നമ്മളതൊക്കെ കഴിച്ചു. അപ്പം ഞാനിപ്പോൾ ആക്ച്വലി എനിക്കൊരു സാധനം നോക്കാനുണ്ട്, കയ്യിലിടുന്നൊരു സാധനം. ഞാൻ കുറേ ആയി അതിന് തിരഞ്ഞ് നടക്കുന്നു. അതിൻ്റെ ആക്ച്വലി പേരെന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒരു കയ്യിലിടുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആരോ വന്നു. ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇല്ല, അത് ഞങ്ങളിവിടെ ഡോഗ്സ് ഉണ്ട്, അപ്പം അവർ പുറത്ത് നടക്കാൻ കൊണ്ടുപോകും. അപ്പം സാധനങ്ങൾ അപ്പം ഞാൻ കയ്യിലിടുന്ന സാധനം കുറേ കാലമായി തപ്പുന്നു ഗൈസ്. കുറേ കാലം എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് നാളായി അതിന് തപ്പുന്നു. അപ്പം ഞാൻ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗുജറാത്തി സ്ട്രീറ്റിലുണ്ട്, അവിടെ ഒരു ഷോപ്പിലുണ്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ ഗുജറാത്തി സ്ട്രീറ്റ് ആണെങ്കിൽ ഗുജറാത്തി സ്ട്രീറ്റ്, അവിടെ ഇന്നലെ ഞങ്ങൾ പോയി നോക്കി, ഞാനും ഇഷാനും കൂടി പോയി നോക്കി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ബ്രൗൺ കളർ അവിടെ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറേ അപ്പോൾ ചേച്ചിനോട് ചോദിച്ചു ഇനി എപ്പോഴാണ് വരിക. അത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവരുന്ന സ്റ്റോൺസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി ഇത് എപ്പോഴാണ് വരിക. ഒരു റെഡ് ബ്രൗൺ ഉണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു പോയി. അത് എപ്പോഴാണ് വരിക, കുറച്ച് ടൈം എടുക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പിന്നെയും തപ്പി നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു ആൻറ്റി ഉണ്ട്. അപ്പം ആൻറ്റീൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ അതൊരു കാര്യം ചെയ്യും, നമുക്ക് വാട്ട് വാസ് ദാറ്റ് ഷോപ്പ് നെയിം? ക്യാമറ പിടിച്ചു വേദന. ആ ഷോപ്പിൻ്റെ പേരെന്തായിരുന്നു? പത്തായം എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അശോകപുരത്ത്. അപ്പം അവിടെ പോയി നോക്ക്, കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, അപ്പം അവിടെ പോയി നോക്കാം. അങ്ങനെ ഇഷാനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ ഇഷാനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അവിടെ പോയി നോക്കിയിട്ട് സാധനം ഉണ്ടോ നോക്കട്ടെ, കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം പോകുന്നതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മളിവിടെ ഇഷാൻ ഇവിടെയുണ്ട്. ഇവൻ എവിടെ പോയാലും ഫ്രണ്ട്സാണ് ഗൈസ്, ഒക്കെ അവൻ്റെ ഫ്രണ്ട്സാണ്. സക്സസ്ഫുള്ളി വേസ്റ്റഡ്. ഇവിടുന്നും കിട്ടിയില്ല ആ സാധനം.
ഇവിടുന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ എവിടുന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ മിക്കവാറും എല്ലാം ഓൺലൈനിലുണ്ടോ കണ്ടിരിക്കണം. അങ്ങനെ ഇവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസവും തകർന്നിരിക്കുന്നു ഗൈസ്. ഇവിടെയുമില്ല. അല്ല ഗൈസ്, ഈ ഈശാൻ എവിടെ കൊണ്ടായാലും ഇവന് നാട്ടിൽ നിറച്ച് ഫ്രണ്ട്സാണ് അല്ലേ? നമുക്ക് നാട്ടിൽ നിറച്ച് ഫ്രണ്ട്സാണല്ലോ. ഇനി എവിടെ കിട്ടൂടെ ഈശാനെ? എന്താ ഒരു ലൈറ്റ് അടിക്കുന്നത് ഗൈസ്? ഇനി ഇവിടെയും ഇല്ല, ഇനി വേറെ ഓൺലൈനിൽ തപ്പേണ്ടി വരും. ഓൺലൈനിൽ ഞാൻ ഒന്ന് കണ്ടിരുന്നല്ലേ, അതിനെത്രയാണോ? കുറച്ച്. അപ്പം ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് പോട്ടെ. ഇവിടെയും ഉള്ള ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, വീട്ടിലെത്തിയിട്ട് ഇപ്പൊ കുറച്ച് നേരമായി. കാരണം ഞാൻ മാംഗോസ് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച മാംഗോ, അത് പിന്നെ ഞാൻ എടുത്ത് കുറച്ച് കഴിച്ചു. ഞാൻ വരുമ്പം അച്ഛൻ അതിങ്ങനെ കട്ട് ചെയ്ത് റെഡി ആക്കി കൊണ്ടു തന്നു. അപ്പം ഞാൻ ഇങ്ങനെ കാരണം ആ മാങ്ങ ട്രസ്റ്റ് മീ, അത് ഭയങ്കര ടേസ്റ്റ്. ആ മാങ്ങയുടെ വലുപ്പത അത്ര എങ്ങാണ്ടുണ്ട്, വലിയ മാങ്ങയാണ്, പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല സ്വീറ്റ്നെസ് ഒക്കെ ആയിട്ട് അടിപൊളി, നല്ല മധുരമൊക്കെ ഇട്ട്. അപ്പം ഞാൻ എന്താ പറയുക വിചാരിച്ചേ, ഇന്ന് പോയ കാര്യം എന്തായാലും നടന്നില്ല സത്യം പറഞ്ഞാൽ. അത് അവിടെയും ഇല്ല. ഇനിയിപ്പോൾ അത് ഞാൻ ഓൺലൈനിൽ എങ്ങാണ്ട് നോക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇപ്പൊ വന്നത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഡ്രസ്സ് പറഞ്ഞില്ലേനോ അത് ഏതൊക്കെയാണ്. ഞാൻ സ്റ്റുഡിയോയിലാ പോയി, ഇവിടെ പാവങ്ങാടുള്ള. അപ്പൊ അവിടെ നിന്ന് ഞാൻ എടുത്ത് ഡ്രസ്സ് കാണിച്ചു തരാം. ആദ്യം ഗൈസ് ഈ ഒരു ടീഷർട്ട് എടുത്തതാ. ക്യൂട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ടീഷർട്ട് കാണാൻ. എന്താന്ന് അറിയത്തില്ല, എനിക്കിപ്പോ ഭയങ്കര കംഫേർട്ട് ഇല്ലേ. ഒരു എന്താ പറയാ, ബാഗി ജീൻസും ഒരു ടീഷർട്ടും ലൂസ് ഫിറ്റ് ടീഷർട്ടും ഇട്ട് നടക്കാണ്ടല്ലോ, എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം. അതിപ്പോ ഭയങ്കര കംഫേർട്ട് ആയിരിക്കും ആ ഡ്രസ്സ്. സോ ഇതൊന്ന്, കൂടുതലൊന്നും ലാഗേ രണ്ടോ ഉള്ളൂ. പിന്നെ ഗൈസ് ഇതൊന്ന് നോക്കൂ. ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, ഈ നമ്മളെ മുട്ടിന്റെ അവിടെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ടോപ്പാണോ, ഇത് ഷർട്ടാണോ ടോപ്പാണോ എന്ന് പറയാൻ അറിയില്ല. കണ്ടോ, ഇങ്ങനെ ഒരു സാധനം. ഇത് കണ്ടപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത് എടുക്കണോ വേണ്ടി. പിന്നെ ഞാൻ ഇട്ട് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അമ്മ ഓൾസോ സെറ്റ് ഇതെടുത്തോ, അത് നല്ല ഫുൾ ടീഷർട്ട് എടുക്കുന്നതിനെക്കാട്ടും നല്ല ഒന്ന് ഇതെടുത്തോ. അങ്ങനെ ഇതും എടുത്തു. ആക്ച്വലി ഞാൻ 2 ടീഷർട്ട് എടുക്കാനാണ് പോയത്, പക്ഷെ അവിടെ പോയപ്പം മാറി മറന്നതാണ്. പിന്നെ ഞാൻ ജീൻസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ കണ്ടപ്പം ആക്ച്വലി ഈ ജീൻസ് ഞാൻ അല്ല കണ്ടേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത് ജീൻസ് ആണെന്ന്, എന്തോ പാന്റാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ മറ്റേ പോയിട്ട് എടുത്തിട്ടുണ്ടോ, ഇത് നല്ല ജീൻസ് ആണല്ലോ. ഇങ്ങനെയുള്ള ഒരു ജീൻസ് ആണ് ഗൈസ്, ഒരു ബാഗി കൈൻഡ് ഓഫ് ജീൻസ്. ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് ഇങ്ങനെ വിചാരിച്ചു ഇതെടുക്കാമോ. നൈസ് ജീൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ജീൻസ്. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇതങ്ങ് എടുത്തു. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം പുതിയ ഡ്രസ്സിന്റെ മണിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഈ ഒരു ജീൻസ് എടുത്തു. പിന്നെ ഒരു ചെരുപ്പ് എടുത്ത ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു ചെരുപ്പ് എടുത്തു ഗൈസ്, പുതിയ ചെരുപ്പ്. ഇത് ഞാനല്ല കണ്ടത്, ഇത് അമ്മ അവിടെ. ഞാൻ അങ്ങനെ ചെരുപ്പ് എടുക്കണമെന്ന് വിചാരിച്ച് പോയതല്ല, പക്ഷെ അമ്മ പറഞ്ഞ് നല്ല ചെരുപ്പുണ്ട് അവിടെ, വാങ്ങുന്നത് കൊണ്ട് കാണിച്ചു തന്നത്. അപ്പൊ ഞാൻ കാലിട്ട് നോക്കിയപ്പോ നല്ല ഭംഗി. അപ്പൊ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഇതും എടുക്കാം. അങ്ങനെയാണ് ഗൈസ് ഈ ചെരുപ്പ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ചെരുപ്പ് എന്ന് കമന്റ് ബിലോ. ഓക്കെ, ഇതൊന്നും എടുക്കണം വിചാരിച്ച് പോയതല്ല, ബട്ട് കണ്ടപ്പോ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ എടുക്കുന്നു, അങ്ങനെയാണല്ലോ. അപ്പൊ അതൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പൊ ഗൈസ് ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ എഴുന്നേറ്റ് വന്നത് എഴുതായത്തേക്ക്. അപ്പം നോക്കുമ്പം 2 കൊറിയർ വന്നിട്ടുണ്ട് വീട്ടിൽ. ഞാൻ എന്താന്ന് നോക്കട്ടെ. ഇതൊന്ന്, ഇത് 2.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് മാംഗോ കഴിക്കാമെന്ന് വിചാരിച്ചു. സീ ലുക്ക് അറ്റ് ദിസ് മാംഗോസ്. ഞാൻ പറഞ്ഞ മറ്റേ ഫേവറേറ്റ് നല്ല മറ്റേ വലിയ മാങ്ങ കണ്ടോ? ദിസ് ഇസ് ലൈക്ക് അടിപൊളിയാണ് ഗൈസ്. ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരാം. കണ്ടോ? സൂപ്പർ ടേസ്റ്റ്. ഇത് സൂപ്പർ മാങ്ങയാണ് ഗൈസ്. ഞാൻ പറഞ്ഞോണ്ടല്ലേ മനസ്സിലായേ. ആ പിന്നെ ചോദിച്ചൂടീനോ? ചോദിച്ചൂടീനോ എവിടെ ഹോണെന്ന്? എനിക്കിതറിയില്ലല്ലോ. ഇയ്യല്ലേടാ പൊട്ട വണ്ടിയിലിട്ടെ. എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാൻ ഹെൽമെറ്റ് എടുക്കുമ്പോണ്ട് ഈ സാധനം. അപ്പൊ നിങ്ങൾ വിളിച്ചു പറയണേ. ഗീ റൈസ് നോക്കട്ടെ. ഇതെന്താ അറിയാമേ? എന്തൊരു ചിക്കൻ കറി. പേരൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ടേസ്റ്റ് ഒന്നും വേറെ ഒരു ടേസ്റ്റ് ഗൈസ്. ആക്ച്വലി ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വന്നതാ. റീൽസിൽ മെയ്യാന്നോ ലൈക്ക് കഴിഞ്ഞ വീക്ക് എപ്പോഴും ഓപ്പൺ ചെയ്ത കടയത്. അപ്പം കുറച്ച് സ്വീറ്റ്സ് വാങ്ങാനാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി. ആൻഡ് യാ ഡയറ്റാണെങ്കിലും നമ്മൾ സ്വീറ്റ്സ് കഴിക്കാതിരിക്കാനുള്ള പ്രാണി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റ്സ് വാങ്ങിയത്. മറ്റേ ആപ്പിൾ പോലത്തെ സാധനം. പക്ഷേ ചോദിച്ച മൈസൂർ പാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് സത്യം പറഞ്ഞാൽ അത് കണ്ട് ക്രീവായിട്ടാണ് ഞാൻ അവിടെ വന്നത്. പക്ഷേ അതില്ല. നല്ല മഴ. അതിവിടെ തീർന്നു പോയി ഗൈസ്. ഇനി അത് നാളെ വന്ന് വാങ്ങണം. അപ്പം ഗൈസ് നമ്മളിപ്പം നെസ്റ്റോയിൽ വന്നതാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. നമ്മളെ കൂടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയും കൂടി ഉണ്ട്, അമ്മേൻ്റെ ഫ്രണ്ട്. ഞാൻ അറിഞ്ഞില്ല ഉള്ള കാര്യം. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അവർ ഓൾറെഡി എന്തോ സാധനം വാങ്ങാൻ പോയതായിരുന്നു. അപ്പം നമ്മൾ അമ്മേനെ കൂട്ടാന്നുള്ള രീതിയിൽ അവിടെ എത്തിയപ്പോഴാണ് ഈ ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഇതിൻ്റെ ഒരു പുതിയ ചുരിദാറാണ്. പുതിയ ചുരിദാർ വീട്ടിലുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇന്ന് അയണൊക്കെ ചെയ്ത് അലമാരയിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടു. പണിയൊന്നുമില്ലല്ലോ കൂടുതലും, അതുകൊണ്ട്. ഇവരെന്തൊക്കെയോ സാധനം വാങ്ങി ബില്ലടിച്ച്. ഞാനും അച്ഛനും ഇവിടെ കട്ട പോസ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ. വേറെ പ്രാവശ്യത്തിന് അറിയാലോ, എൻ്റെ അമ്മ അറിയാലോ, ഒന്നും പറയാനല്ല ഗൈസ്. പറഞ്ഞാൽ പിന്നെ ഈ അമ്മ ഈ വ്ളോഗ് ഉണ്ട് എന്നെ ശരിയാക്കി തരും. ബാ
അച്ഛൻ അവിടെ പോയതാ. അപ്പം ശരി. ഞാൻ ആക്ച്വലി വേറെ പല കാര്യങ്ങൾക്കാണ് പുറത്തേക്ക് ഇറങ്ങിയത്, പക്ഷെ അതൊന്നും നടന്നില്ല. ഇനി ഈ ആൻറ്റീനെ ഡ്രോപ്പ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം. ഇതാ എൻ്റെ അച്ഛൻ നടന്നു വരുന്നത്. ഞാൻ ഇങ്ങനെ പരിചയമുള്ളൊരു മനുഷ്യൻ നടന്നു വരുന്നു. എന്നിട്ട് വേണം എനിക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ. ഇപ്പം സമയം 8 മണിയാവുന്നു. നമ്മളിതാ കടുക്ക വാങ്ങിയിട്ട് പോവുകയാണ് ബീച്ചിൽ നിന്ന്. ഇവിടെ നിന്നാണ് നമ്മൾ പായസം വാങ്ങിയത്. ഇതാ നല്ല സേമിയം പായസമാണ് ഞാൻ അതാ ഇവിടുന്ന് വാങ്ങിയത്. നല്ല മഴ സേമിയം. അപ്പം ഗൈസ് ഫൈനലി ഞാൻ ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇപ്പം എത്ര 10:30 അങ്ങനെ എന്തോ ആയി. യാ തുറക്ക്. ഒഴിക്കില്ലല്ലോ. മിക്സ് ആക്കടാ. അങ്ങനല്ല, അങ്ങനുണ്ട്. ടേസ്റ്റ് ഉണ്ടാവും. നല്ല മധുരണ്ട്. വാവ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് പിടിച്ചാതെ ഒരു കയ്യിലുണ്ട് ക്യാമറയും പിടിക്കണം. അനുസരിച്ചൊന്ന് പിടിച്ചാ പെട്ടി. ഞാനല്ല, അവിടെ കുറെ ആൾക്കാരുണ്ട്. എടാ 1000 പീസ 10 മിനിറ്റ് കൊണ്ട് ഒറ്റയ്ക്ക് തിന്നാൻ തീർക്കാൻ പറ്റില്ലേ? എന്നാണ് ഞാൻ ആദ്യം പുറത്തിറങ്ങി. ഗൈസ് നമ്മളിപ്പം ഞാൻ ഇപ്പം കോളേജിലെത്തി. ഇന്ന് നമുക്ക് ഫോട്ടോ എടുപ്പ് പരിപാടിയാണ് ഗൈസ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ വെക്കാനുള്ള ഫോട്ടോ എടുക്കാൻ. Did you meet her? Say hi. See, everyone knows like. So yeah, അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ വെക്കാനുള്ള. നമ്മളോട് സാരി എടുക്കാൻ പറഞ്ഞു. കമ്പൾസറിയാണ് സാരി. ഞാൻ ആ നാട്ടിൽ നിന്നേ സാരി കേട്ട് വന്നതാണ് ഗൈസ്. ഇന്നലെ ഞാൻ തിരിച്ചു പോകും ഫോട്ടോ എടുത്ത പരിപാടിയും കഴിഞ്ഞിട്ട്. അങ്ങനെ ലുക്ക് അറ്റ് ഹർ സാരി ഷോ. ശരിക്കും നീ എന്നെ പറ്റിയൊരു ടോൾഡ് മീ യു വെയർ ബ്ലൂ സാരി ബട്ട് ഷീ വെയർ ഗ്രീൻ. Oh my god, you think that much? Hi Chiru, you just came to meet us. Yes. This is your graduate. How's me looking? Looks pretty. She is gorgeous, she is cute, and he is my... Handsome. He is... Hi Monisha, say hi. അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഫോട്ടോഗ്രാഫി സെക്ഷൻ. ഹേമ ഇസ് ദേർ. Not, this is video. Oh, you look husband and wife. Wow. അപ്പോൾ ഗൈസ് നമുക്ക് ഫോം കിട്ടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. Hi guys, this is Monisha. This is my junior. Yeah, super junior. Super junior. super. Not super. Super. Yeah. Yeah. What else? Had food? Yeah, I have had. I didn't have
I had chapati and Name of the parents appandu ammandu gravy. baribeka. Curry? Gravy. Okay, I like curry. No, gravy. So many members are coming today for photo shoot. Yeah. And Just to see us. today. അപ്പോൾ ഗൈസ് നമ്മൾ ഫോട്ടോ എടുക്കട്ടെ. നമ്മൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇനി ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് പരിപാടികൾ ചെയ്യാൻ. ഗൈസ് നമുക്ക് ഫോം കിട്ടിയിട്ടുണ്ട്. To fill the registration form, graduation form. നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ പേര്, നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്, പിന്നെ ബാച്ച്, ഇയർ ഓഫ് ജോയിനിങ്, പിന്നെ കോഴ്സ് ഏതാ, സബ്ജക്റ്റ് ഏതാ, പിന്നെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആയ ഡേ, പിന്നെ നമ്പർ, ഇമെയിൽ ID, പാരൻസ് അഡ്രസ്, പിന്നെ ഇവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കൺഫേം വെദർ പാരൻസ് ആർ അറ്റൻഡിങ് ദി ഗ്രാജുവേഷൻ റിസപ്ഷൻ ഓർ നോട്ട്. ഓൺലി പാനിങ് പേഴ്സൺസ് ആർ അലൗഡ്. രണ്ടാക്കി വരാൻ പറ്റും. ഞാൻ കുടുങ്ങി ഗൈസ്. There is last date is mentioned here, 30th. നമ്മുടെ ഫോം ഒക്കെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർത്തിക് was always late. Say hi. Monisha is looking like something is happening here. Say hi. Enough. Say hi. Say hi. Say hi. Say hi. Say hi. See, Prajwal is too much irritating, guys, every time. That's why he's not saying hi. Siddesh is also late, as usual. Tell, what is your opinion on this day? I'm so sad. No. No, you're happy. I'm happy that this course is Completed. but I'm sad that I'm leaving all this. Especially leaving me, right? Yeah. And Shritu is too sad. Yeah. Tell something about us, about seniors. Oh, don't cry, okay? I don't want to cry. Started crying. Tell. The first stage of leaving. Hey, no. Hey, you look handsome today. See, let me see your outfit. Stand there. Not in. See, stand there. It's okay for you. You already look handsome. Oh, like this you pose. ഹായ് ഗായ്സ്. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ ഇൻഷോട്ടിൽ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചേ അതിൻ്റെ എൻഡിങ് ഞാൻ എടുത്തില്ല. ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ എന്നോ തുടങ്ങി വെച്ച വ്ളോഗ് എവിടെയോ കൊണ്ട് അവസാനിപ്പിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. കാരണം ഞാനൊരു വീക്കിൽ നടന്ന എനിക്ക് എന്തൊക്കെ പരിപാടിയായിരുന്നു എന്നുള്ളത് കാണിക്കാനാണ് ആ വ്ളോഗ് എടുത്തത്. അപ്പം അപ്പം കുറേ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇൻട്രോ എടുത്തിട്ടുണ്ട്, പക്ഷേ എൻഡ് ചെയ്തില്ല വ്ളോഗ്. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുമില്ല. ഞാൻ ആക്ച്വലി എന്താ ഉണ്ടായെന്നറിയോ, ആ വ്ളോഗ് കണ്ടിന്യൂസ് ആയിപ്പോയി. എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് ആക്ച്വലി ഇടയ്ക്ക് ഞാൻ മറന്നുപോയി വ്ളോഗ് എടുക്കുന്ന കാര്യം. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തെ നടന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെ വീക്കെൻഡ് 1 വീക്കായിട്ട് അങ്ങ് ഇടാം, 1 വീക്കിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങ് ഇടാം. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത്. ആൻഡ് ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത് ഇതിൻ്റെ, നിങ്ങളടുത്ത് ഇതപ്പം പറയാം ഇതെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു 1 വീക്കിൽ നടന്ന കാര്യങ്ങൾ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെന്താ
അപ്പം അത്രയൊക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. യാ, ഇപ്പം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു രാവിലെ മോർണിംഗ്, ലൈക്ക് ഒരു 7 മണിക്ക് തന്നെ. അപ്പം അതിൻ്റെ കുറച്ച് ഉറക്കക്ഷീണം എൻ്റെ മുഖത്തുണ്ട്. ഇപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ആൻഡ് യാ, അതുകൊണ്ട് കമ്മലൊക്കെ ഊരി വെച്ചത് ഗൈസ്. And that's that. Until my next video, stay tuned. Ta-da!